പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിന് വധഭീഷണി എന്നൊരു വാർത്ത വരുന്നു. ഇന്നലെ രാത്രിയാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം അയച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തെയും സംസ്ഥാന സർക്കാരിനെയും അറിയിച്ചെന്ന് ലോക് ഭവൻ അറിയിച്ചു. ഭീഷണിയെ തുടർന്ന് കൊൽക്കത്ത ലോക് ഭവനിൽ സുരക്ഷ ശക്തമാക്കി. നോബൽ തന്നെ തുടരുന്നുണ്ട്. നോബൽ, കൽക്കത്ത ഗവർണർ CV ആനന്ദ ബോസിന് ഒരു ഭീഷണി എന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ, എന്താ സംഭവം? അരുൺ, ഇന്നലെയാണ് CV ആനന്ദ ബോസിന് ഇതുമായി ബന്ധപ്പെട്ട ഭീഷണി സന്ദേശം ഇമെയിൽ മുഖേന ലഭിച്ചത്. പൊട്ടിച്ചു കളയും എന്നായിരുന്നു ആ ഭീഷണി സന്ദേശം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗവർണർക്ക് എതിരെ അത്തരത്തിൽ ആക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ലോക് ഭവൻ ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും ഒപ്പം പശ്ചിമബംഗാൾ പോലീസിനെയും ഒക്കെ അറിയിച്ചു. അതിന് പിന്നാലെ പോലീസും ഒപ്പം CRPFന്റെ ഒക്കെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയും പലയിടത്തും പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണെങ്കിലും നിലവിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ എങ്കിൽ പോലും കനത്ത സുരക്ഷയിലാണ് കൊൽക്കത്ത ലോക് ഭവൻ ഇപ്പോൾ ഉള്ളത് എന്ന് അറിയാൻ കഴിയുന്നു. കാരണം മറ്റ് ആളുകൾക്കുള്ള പ്രവേശനങ്ങൾ, അതോടൊപ്പം തന്നെ പരിസരത്ത് ഈ ലോക് ഭവന്റെ പരിസരത്ത് ആളുകൾ തിങ്ങി നിൽക്കുന്നതൊക്കെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിരോധിച്ചുകൊണ്ട് ആ മേഖലയ്ക്ക് വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. മുൻപും ഇത്തരത്തിൽ പല ലോക് ഭവനുകൾക്കും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. കേരളം അടക്കം അത്തരത്തിൽ ബോംബ് ഭീഷണികൾ പല ഘട്ടങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അതൊരു വ്യാജ ഭീഷണിയാണോ എന്നടക്കമുള്ള സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിലവിലത്തെ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്ത് അതീവ സുരക്ഷ CV ആനന്ദ ബോസിന് കൊടുത്തിട്ടുണ്ട്. നിലവിൽ Z+ സുരക്ഷയുള്ള ഗവർണറാണ്. സ്വാഭാവികമായി CRPF സുരക്ഷ അദ്ദേഹത്തിന് ഉള്ളതാണ്. പക്ഷേ കുറച്ചുകൂടി ഫോഴ്സിനെ അങ്ങോട്ട് വിന്യസിച്ചുകൊണ്ട് ഈ മേഖലയിൽ പ്രത്യേകിച്ച് ലോക് ഭവന്റെ പ്രദേശത്തൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇമെയിൽ അയച്ച ഹാൻഡിൽ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു എന്നും അറിയാൻ കഴിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് IT വിഭാഗം അടക്കം പ്രത്യേകിച്ച് ഈ അത്തരത്തിൽ വിഭാഗങ്ങൾ അടക്കം കൃത്യമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കാരണം ഗവർണർക്ക് എതിരെ ഉണ്ടായ ഈ തരത്തിലുള്ള ബോംബ് ഭീഷണി അതീവ ഗൗരവത്തോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും പരിശോധനയും അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് അറിയാൻ കഴിയും. നിലവിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്കിൽ പോലും CV ആനന്ദ ബോസിന് കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്.